ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോർട്സ്. നമ്മൾ CSIR പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു CSIR അവർ തരുന്നത് ഓൾമോസ്റ്റ് കുറേയൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പമായിരിക്കും. വായിക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ക്യാൻ അൺവൈൻഡ് ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA ഹെലിക്സ്? അപ്പോൾ ഇതിൻ്റെ കീവേഡ്സ് എന്ന് പറയുമ്പോൾ അൺവൈൻഡിങ് ഓഫ് ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA ഹെലിക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അഹെഡ് ഓഫ് ദ റിപ്ലിക്കേഷൻ ഫോർക്ക്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ ഹെലിക്കേസ് ഉറപ്പായിട്ടും അൺവൈൻഡിങ് റിലേറ്റഡ് ആണ്. ടോപ്പോ ഐസോമറേസ് സംതിങ് റിലേറ്റഡ് ടു അൺവൈൻഡിങ്. DNA പോളിമറേസ് എന്നൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്യാം. അല്ല, അത് സിന്തസിസ് റിലേറ്റ് ചെയ്തതാണ് DNA പോളിമറേസ് എന്ന് പറയുന്നത്. ദെൻ DNA ഗൈറേസ് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് അൺവൈൻഡിങ്. അപ്പോൾ നമുക്ക് ഓരോ എൻസൈംസ് ഒന്ന് എടുത്ത് നോക്കാം. ഹെലിക്കേസ് എൻസൈം എന്ന് പറയുമ്പോൾ പ്രൈമറി എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദി അൺവൈനിങ് ഓഫ് DNA അല്ലേ? അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഹെലിക്കേസ് ജനറൽ ആയിട്ട് അൺവൈനിങ് ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഇരിക്കുന്ന കീവേഡ് എങ്ങനെയാണ്? ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA ഹെലിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ടോപ്പോ ഐസോമറേസ്. ടോപ്പോ ഐസോമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം എങ്ങനെയാണ്? DNA സൂപ്പർ കോയിലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഈ പറയുന്ന ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ കോയിലിംഗ് വരുമ്പോൾ ജസ്റ്റ് ഒരു DNAയുടെ ഒരു സ്ട്രെച്ച് അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു സൂപ്പർ കോയിലിംഗ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടോപ്പോ ഐസോമറേസിൻ്റെ കാര്യം. അടുത്തത് DNA പോളിമറേസ്. അത് തെറ്റാണ് നമുക്കറിയാം, കാരണം DNA പോളിമറേസ് ഈസ് റിലേറ്റഡ് വിത്ത് സിന്തസിസ് ഓഫ് DNA അല്ലേ? സിന്തസിസ് ആണ് DNA പോളിമറേസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഉള്ളതാണ് DNA ഗൈറേസ്. DNA ഗൈറേസ് എന്ന് പറയുന്നത് ഈസ് എ ക്ലാസ് ഓഫ് ടോപ്പോ ഐസോമറേസ്. ടോപ്പോ ഐസോമറേസിൻ്റെ ഒരു ക്ലാസ് ടൈപ്പാണ് DNA ഗൈറേസ്. അത് ബേസിക്കലി ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു എൻസൈമാണ് DNA ഗൈറേസ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഹെലിക്കേസ് ആക്ടിവിറ്റി വരുമ്പോൾ, അതായത് ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അൺവൈൻഡ് സമയത്ത് ആക്ച്വലി ഒരു പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് തന്നെ പറയാം. ഒരു പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ DNA ഗൈറേസ് എൻസൈം എന്താണ് ചെയ്യുന്നത്? അവർ ഒരു നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് വഴിയിട്ട് ഒരു നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടോർഷണൽ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാനായിട്ട് DNA ഗൈറേസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഈ പറയുന്ന റിപ്ലിക്കേഷൻ ഫോർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഉത്തരം എന്താണ്? DNA ഗൈറേസ്. അപ്പോൾ DNA ഗൈറേസ് ആണ് കറക്റ്റ് ഉത്തരം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സിമിലർ വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസും വേണമെങ്കിൽ ഉറപ്പായിട്ടും ബയോഷോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു DNA റിപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ക്ലിയർ ആയിട്ട് DNA റിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. സോ താങ്ക് യു, ബൈ.